സുഹൃത്തുക്കളെ, കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാദം സൂംബ നൃത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ലഹരിയുടെ പിടിയിൽ നിന്നും കുട്ടികളെ വഴിതിരിക്കാനാണ് സംസ്ഥാന സർക്കാർ സ്കൂളുകളിൽ സൂംബ പരിശീലിപ്പിക്കാൻ നിർദ്ദേശം നൽകിയത്. മറ്റൊരു ഉദ്ദേശവും സർക്കാരിന് ഉണ്ടാവാനിടയില്ല. ഭാവി തലമുറയുടെ സുരക്ഷിതത്വം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. ഇപ്പോൾ സൂംബ ഒരു നൃത്തശൈലിയുടെയും അതോടൊപ്പം തന്നെ ഫിറ്റ്നസ് വ്യായാമത്തിൻ്റെയും ഒരു മിശ്രിതമാണ്. ഇപ്പോൾ 90കളിൽ കൊളംബിയയിലാണ് ഈ നൃത്തം ഉത്ഭവിച്ചത്. ഫിറ്റ്നസ് പരിശീലകനായ ആൽബർട്ടോ ബെറ്റോ പെരസ് ആദ്യമായി ഒരു എയറോബിക്സ് ക്ലാസ്സിൽ ലാറ്റിൻ അമേരിക്കൻ സംഗീതം വായിച്ചപ്പോഴാണ് ഇത് ഉത്ഭവിച്ചത്. സൂംബ നൃത്തം എയറോബിക്സിൻ്റെയും അതേപോലെ തന്നെ നിരവധി ലാറ്റിൻ അമേരിക്കൻ നൃത്തങ്ങളുടെയും മിശ്രിതമാണ്. സമീപകാലത്ത് ഇതൊരു വലിയ ഹൈപ്പായി മാറിയിരിക്കുകയാണ്. വാസ്തവത്തിൽ സൂംബ നൃത്തം യാദൃച്ഛിക മാത്രമായാണ് ഉണ്ടായത്. ഇപ്പോൾ 90കളിൽ കൊളംബിയൻ ഫിറ്റ്നസ് പരിശീലകനായ ആൽബർട്ടോ ബീറ്റോ പെരസ് തൻ്റെ എയറോബിക്സ് ക്ലാസ്സുകളിൽ സാധാരണയായി വായിക്കുന്ന സംഗീതം ഉൾക്കൊള്ളുന്ന ഒരു കാസറ്റ് മറന്നുവെച്ചു. തുടർന്ന് അദ്ദേഹം തൻ്റെ പക്കലുണ്ടായിരുന്ന മറ്റ് കാസറ്റുകൾ സ്വയം വായിക്കുകയുണ്ടായത്. അത് പ്രധാനമായും സൽസ സംഗീതം പോലെയുള്ള ലാറ്റിൻ അമേരിക്കൻ സംഗീതമായിരുന്നു. തുടർന്ന് അദ്ദേഹം തൻ്റെ എയറോബിക്സ് ക്ലാസ്സിൽ ഈ അസാധാരണ സംഗീതം അവതരിപ്പിക്കുകയുണ്ടായത്. അത് അദ്ദേഹത്തിനും പങ്കാളിക്കും ഇഷ്ടപ്പെട്ടു. ആസ്വദിക്കുക അല്ലെങ്കിൽ വേഗത്തിൽ നീങ്ങുക എന്നർത്ഥം വരുന്ന കൊളംബിയൻ ഭാഷയിൽ നിന്നാണ് സൂംബ എന്ന പദം ഉരുത്തിരിഞ്ഞു വന്നത്. പെരസ് പിന്നീട് ഈ പദത്തിനും പുതിയതായി നേടിയ നൃത്തത്തിനും പേറ്റൻറ്റ് നേടുകയും അത് വളരെ വിജയിക്കുകയും അദ്ദേഹം ചെയ്തു. 2001 ആയപ്പോഴേക്കും പെരസ് മിയാമിയിലേക്ക് താമസം മാറി. തൻ്റെ പുതിയ രീതിയിലുള്ള വ്യായാമ ക്ലാസ്സുകൾ പെരസ് അമേരിക്കയിലും പരിചയപ്പെടുത്തി. പെരസിൻ്റെ പുതിയ എയറോബിക്സ് ശൈലി സൂംബ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. 2003 ആൽബർട്ടോ പെരൽമാൻ, ആൽബർട്ടോ അഗിയോൺ എന്നിവയുടെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടുകൂടി സൂംബ പരിപാടികളെ അടിസ്ഥാനമാക്കിയുള്ള വർക്ക്ഷോപ്പുകൾ നടന്നു. തുടക്കത്തിൽ DVD വിതരണം ചെയ്ത അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ആളുകളെ വല്ലാതെ ആകർഷിക്കാൻ തുടങ്ങുകയാണുണ്ടായത്. 2006 പെരസ് സൂംബ ഫിറ്റ്നസ് LLC സ്ഥാപിച്ചു. സൂംബ വീഡിയോകളും ഉൽപ്പന്നങ്ങളും വിൽക്കുകയും ഇൻസ്ട്രക്ടർമാരുടെ ശൃംഖലയിലേക്ക് ലൈസൻസിങ് ഫീസ് ഈടാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. 155 രാജ്യങ്ങളിലായി 1,60,000-ലധികം സ്ഥലങ്ങളിലായി ഏകദേശം 14 ദശലക്ഷം ആളുകൾ സൂംബ പ്രാക്ടീഷണർമാരാണെന്നും കമ്പനി നൽകുന്ന സംഗീതത്തിനൊപ്പമാണ് അവർ നൃത്തം ചെയ്യുന്നതെന്നും റിപ്പോർട്ടുണ്ട്. ഇപ്പോൾ സൂംബ ഫിറ്റ്നസ് അവരുടെ ഫാഷൻ നിരയായ സൂംബ വെയറും പുറത്തിറക്കിയിട്ടുണ്ട്. കുട്ടികൾ, മുതിർന്നവർ എന്നിവർക്ക് ചില മാറ്റങ്ങൾ വരുത്തിയാണ് പരിശീലനങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ സൂംബ ഫിറ്റ്നസ്സിന് പുറമെ സൂംബ ടോണിങ്, അതേപോലെ തന്നെ അക്വ സൂംബ, സൂംബ സെറ്റോ, സൂംബ ഗോൾഡ് ടോണിങ്, സൂംബ കിഡ്സ് ആൻഡ് സൂംബ കിഡ്സ് ജൂനിയർ, സൂംബ സ്റ്റെപ്പ്, സ്ട്രോങ് ബൈ സൂംബ എന്നിങ്ങനെ വിവിധ തരം സൂംബകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിറ്റി സെൻറ്ററുകൾ, യുവജന പ്രവർത്തന കേന്ദ്രങ്ങൾ, ടൂറിസ്റ്റ് വേദികൾ, സ്കൂളുകൾ തുടങ്ങി മറ്റ് വേദികളിൽ ഈ സൂംബ ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാമുകൾ ജനപ്രിയമാണ്. ഇപ്പോൾ 2013 ലോകമെമ്പാടുമുള്ള 14 മില്യൺ ആളുകൾ ഓരോ ആഴ്ചയും കുറഞ്ഞത് ഒരു സൂംബ ക്ലാസ്സെങ്കിലും എടുത്തതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ സൂംബ ഒരു ലോ ഇമ്പാക്റ്റ് എയറോബിക്സ് വ്യായാമമായി കണക്കാക്കപ്പെടുന്നു. ശരീരത്തിലൂടെ പ്രത്യേകിച്ച് പേശികളിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം പമ്പ് ചെയ്യാൻ ഹൃദയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ചലനങ്ങളാണ് എയറോബിക്സ് വ്യായാമത്തിൽ ഉൾപ്പെടുന്നത്. ഇപ്പോൾ സൽസ, മറൈൻഗ്യൂ, സാംബ, മറ്റ് ലാറ്റിൻ അമേരിക്കയിലുള്ള നൃത്തങ്ങളിൽ ഉപയോഗിക്കുന്ന നൃത്തച്ചുവടുകൾക്ക് സമാനമായ നീക്കങ്ങളാണ് സാംബ വ്യായാമങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ജാസ്, കൺട്രി, ഹിപ്പ് ഹോപ്പ് തുടങ്ങിയ സംഗീത നൃത്തശില്പങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ ഒരു കാർഡിയോ വ്യായാമമാണ് സൂംബ. വേഗത ഏറിയതും മന്ദഗതിയിലുമുള്ളതുമായ താളങ്ങളുടെയും വിവിധ നൃത്തചലനങ്ങളുടെയും സംയോജനം ഗണ്യമായ അളവിൽ കലോറി ബേൺ ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സൂംബ സെക്ഷൻ കൊണ്ട് 300 മുതൽ 900 കലോറി വരെ ബേൺ ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. ഇതൊരു ശരീരഭാരം കുറയ്ക്കാനും ഭാരം നിയന്ത്രിക്കാനുമുള്ള ഒരു മികച്ച വ്യായാമം മാത്രമാണ്. അപ്പോൾ മാനസിക അവസ്ഥ മെച്ചപ്പെടുത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സൂംബ ഏറെ ഫലപ്രദമാണ്. ഇപ്പോൾ പരീക്ഷകൾ, അതേപോലെ തന്നെ അസസ്മെൻറ്റുകൾ, ഡെഡ് ലൈനുകൾ, സാമൂഹ്യ സമ്മർദ്ദങ്ങൾ എന്നിവ കാരണം വിദ്യാർത്ഥി ജീവിതം വളരെ സമ്മർദ്ദപൂരിതമായിരിക്കും. ഈ സമ്മർദ്ദത്തെ നേരിടാൻ സൂംബ ഒരു മികച്ച മാർഗ്ഗമാണ്. എല്ലാത്തരം വ്യായാമങ്ങളെയും പോലെ സൂംബയും ശരീരത്തിൽ നിന്ന് എൻഡോർഫിനുകൾ പുറത്തുവിടുന്നുണ്ട്. ഈ രാസവസ്തുക്കൾ സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദരോഗം ലക്ഷണങ്ങൾ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. നൃത്തത്തിൻ്റെ ഉയർന്ന ഊർജ്ജസ്വലതയും ആവിഷ്കാര സ്വഭാവവും
വിദ്യാർത്ഥികളെ അടക്കി പിടിച്ച പിരിമുറുക്കങ്ങളിൽ നിന്ന് പോസിറ്റീവായ രീതിയിൽ അത് പിരിമുറുക്കങ്ങളെ പുറത്തേക്ക് വിടാനായിട്ട് സഹായിക്കുകയാണ്. ഇത് അവരുടെ അക്കാദമിക് സാമൂഹിക ജീവിതത്തെയും സ്വാധീനിക്കും. ഇപ്പോൾ സൂംബ ശരീരത്തിന് മാത്രമല്ല തലച്ചോറിനും വ്യായാമം നൽകുന്നു. ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നു. തലച്ചോറിലേക്കുള്ള രക്തോട്ടം വർദ്ധിപ്പിക്കുകയും പ്രശ്നപരിഹാരത്തിനുള്ള കഴിവുകളും വൈജ്ഞാനിക വഴക്കങ്ങളും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾ പലപ്പോഴും മണിക്കൂറുകളോളം മേശയിലിരുന്നോ അതുപോലെ കമ്പ്യൂട്ടറിന് മുന്നിലോ ആണ് അവർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂംബ ശരീരത്തിന് പൂർണ്ണ വ്യായാമം നൽകുകയും ഉദാസീനമായ ശീലങ്ങളെ ചെറുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പതിവായി സൂംബ വ്യായാമം ചെയ്യുന്നത് ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും ഹൃദയധമനികളുടെ സഹിഷ്ണുതയും മൊത്തത്തിലുള്ള ശാരീരിക സമതയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇത് ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്തുന്നതിന് ആവശ്യമാണ്. ഇപ്പോൾ ഉന്മേഷദായകമായ മനസ്സും ശരീരവുമായി വിദ്യാർത്ഥികൾക്ക് അവരുടെ അക്കാദമിക് ജീവിതത്തെ നേരിടാൻ സൂംബ മികച്ചൊരു വ്യായാമ മാർഗമാണ്. ഇപ്പോൾ പെരസിൻ്റെ അഭിപ്രായത്തിൽ ലോകമെമ്പാടുമുള്ള ഇപ്പോൾ ഏകദേശം 15 ദശലക്ഷം നർത്തകർ പതിവായി സൂംബ നർത്തകരുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ 180ഓളം രാജ്യങ്ങളിലായി 2 ലക്ഷത്തിലധികം സ്ഥലങ്ങളിൽ പരിശീലനം ലഭിച്ച സൂംബ അധ്യാപകരുണ്ട്. ഇപ്പോൾ ജർമ്മനിയിലും അതേപോലെ തന്നെ സൂംബ വളരെ കാലമായി എത്തിയിട്ടുണ്ട്. അതിനാൽ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും അനുയോജ്യമായ കോഴ്സുകളുണ്ട്. ഇപ്പോൾ 90കളിലെ ആദ്യത്തെ സൂംബ ക്ലാസ്സുകളിൽ എന്ന പോലെ ആളുകൾ ഇപ്പോഴും പ്രധാനമായും ലാറ്റിൻ അമേരിക്കൻ സംഗീതമാണ് നൃത്തം ചെയ്യുകയും പരിശീലനത്തിനുമായി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സംഗീതത്തിൻ്റെ താളത്തിനനുസരിച്ച് വ്യക്തിഗത ഗാനങ്ങളാണ് നൃത്ത സംവിധാനത്തിന് പരിശീലിക്കുന്നത്. ഈ ഗാനങ്ങൾ സാധാരണയായി വളരെ ഉന്മേഷദായകവും നൃത്തം പോലെ തന്നെ രസകരവുമാണ്. ഇപ്പോൾ സൂംബയിൽ ചേർക്കുന്ന ക്ലാസിക്കൽ സംഗീതം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ലാറ്റിൻ അമേരിക്കൻ ശൈലിയിലുള്ളതാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിരവധി വ്യത്യസ്ത ശൈലികളുടെയും നൃത്തങ്ങളുടെയും നല്ല മിശ്രിതമാണ്. ഇപ്പോൾ സൂംബ ബേസിക് എന്നുള്ളത് ഈ നൃത്തവ്യായാമം ആരംഭിക്കുന്നതിന് സൂംബ നൃത്തത്തിൻ്റെ അടിസ്ഥാന പതിപ്പ് അനുയോജ്യമാണ്. അപ്പോൾ തുടക്കത്തിൽ സങ്കീർണമല്ലാത്ത കുറച്ച് അടിസ്ഥാന ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ കൂടുതൽ വിപുലമായ പ്രോഗ്രാമുകൾ അത് നിങ്ങളെ തയ്യാറാക്കും. കൂടാതെ സൂംബയുടെ താളത്തിൻ്റെയും ആത്മാവിൻ്റെയും വികാരം നിങ്ങൾക്ക് അറിയാൻ കഴിയും. സൂംബ സ്റ്റെപ്പ്. ഇപ്പോൾ സാധാരണ സൂംബയും സ്റ്റെപ്പും എയറോബിക്കും സംയോജിച്ച് സൂംബ സ്റ്റെപ്പ് വ്യായാമം ചെയ്യുന്നുണ്ട്. ഇതിനായി ഒരു സ്റ്റെപ്പ് ബോർഡ് ചേർത്തിട്ടുണ്ട്. അതുവഴി നർത്തകർക്ക് ആവർത്തിച്ച് സ്റ്റെപ്പിൽ ചുവടുകൾ വയ്ക്കാൻ കഴിയും. ഇത് പ്രധാനമായും പ്രകോപനത്തെയും പേശികളെയും പരിശീലിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സൂംബ സ്റ്റെപ്പിനെ സംബന്ധിച്ച് സൂംബ ബേസിക്കിനേക്കാൾ വളരെ തീവ്രമാകുന്നു. ഇതിന് വിപരീതമായി സൂംബ ഗോൾഡ് അത്ര തീവ്രമല്ല. ഇത് പ്രധാനമായും സൂംബ വ്യായാമം ചെയ്യാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാരെ മുതിർന്ന നർത്തകരെയോ ലക്ഷ്യം വെച്ചുള്ളതാണ്. ഇപ്പോൾ ചലനങ്ങൾ അല്പം മന്ദഗതിയിലാണ്, പരിശ്രമം വളരെ കുറവാണ്. എന്നിരുന്നാലും ക്ലാസിക്കൽ സൂംബ സംഗീതം ഒരു മികച്ച അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ സൂംബയുടെ ഒരു രൂപവും ഒരു തരത്തിലും വിരസമല്ലാത്തതാണ്. കസേരകൾ കയറി നൃത്തം ചെയ്യുന്ന സൂംബയുടെ ഒരു വകഭേദമാണ് സൂംബ സെറ്റാവോ. ധാരാളം ഇരിക്കുന്നതിനാൽ വളരെ തീവ്രമല്ലെന്ന് ഇത് നിങ്ങളെ ചിന്തിപ്പിച്ചേക്കാം. വീട്ടിൽ എപ്പോഴും ഒരു കസേര ഉള്ളതിനാൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന വളരെ വൈവിധ്യമാർന്ന വ്യായാമമാണ് സൂംബ സെറ്റാവോ. സൂംബ കിഡ്സ് ഉണ്ട്. പിന്നെ കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് സൂംബ കിഡ്സ് എന്നതിൽ അതിശയിക്കാനില്ല. അതേപോലെ തന്നെ സംഗീതത്തിലേക്ക് മാറാനും നൃത്തരൂപങ്ങൾ പരിശീലിക്കാനും അവർക്ക് അവസരം നൽകുന്നുണ്ട്. ഇത് കുട്ടികളുടെ ആരോഗ്യത്തിന് നല്ലതു മാത്രമല്ല അവരുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂടാതെ കുട്ടികളുമായി ഒരുമിച്ച് പ്രവർത്തിക്കാനും ആസ്വദിക്കാനും അവർ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സൂംബയുടെ ഏറ്റവും തീവ്രമായ രൂപങ്ങളിൽ ഒന്നാണ് സൂംബ ഇൻ ദി സർക്യൂട്ട്. ഈ തരത്തിലുള്ള ഫിറ്റ്നസ് പരിശീലനം സൂംബയെ ഇടവേള സർക്യൂട്ട് പരിശീലനവുമായി സംയോജിപ്പിക്കുന്നുണ്ട്. ഇത് പേശികളെയും പൊതുവായ ഫിറ്റ്നസിനെയും ശക്തിപ്പെടുത്തുന്നുണ്ട്. എന്നിരുന്നാലും സൂംബ സർക്യൂട്ട് സ്പോർട്സ് ഉപകരണങ്ങൾ ആവശ്യമാണ്. അതിനാൽ ഇത് പ്രധാനമായും ജിമ്മുകളിലോ നൃത്ത ക്ലബ്ബുകളിലോ ആണ് ചെയ്യാൻ കഴിയുക. അക്വാസൂംബ സ്വയം വിശദീകരിക്കുന്ന ഒന്നാണ്. നെഞ്ചിൻ്റെ ഉയരം വരെ വെള്ളത്തിൽ നൃത്തം ചെയ്യുന്നതാണ് ഈ സൂംബ. ഇഷ്ടാനുസരണം അതിൻ്റെ തീവ്രത വ്യത്യാസപ്പെടാം. അതിനാൽ സൂംബ നർത്തകർക്ക് ഇത് സ്വാഗതാർഹമായ ഒന്നായി മാറും. ഇപ്പോൾ ഫ്ലോട്ടിംഗ് നൂഡിൽസ് അല്ലെങ്കിൽ വെയിറ്റ് പോലുള്ള ഓപ്ഷണൽ ഉപകരണങ്ങളോടൊപ്പം അക്വാസൂംബ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുവഴി ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ കൂടുതലോ കുറവായി പ്രവർത്തിക്കാം. മറ്റ് പരിപാടികളിൽ സൂംബ നൃത്തത്തെ ചുറ്റിപ്പറ്റിയുള്ള ആവേശം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ നൃത്തവ്യായാമത്തിന് കൂടുതൽ വ്യതിയാനങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സൂംബ ഒരു ക്ലാസിക്കൽ നൃത്തമല്ല, മറിച്ച് ഒരു ഫിറ്റ്നസ് വ്യായാമം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരു വ്യായാമം എന്ന നിലയിൽ ഇത് ലാറ്റിൻ അമേരിക്കൻ നൃത്തത്തിൻ്റെ നിരവധി സംഗീത ഘടകങ്ങൾ സംയോജിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാമിന പരിശീലനത്തിന് പുറമെ വിനോദമാണ് പ്രധാനമായ ശ്രദ്ധാകേന്ദ്രം. ഇത് രസകരവും പ്രചോദനാത്മകവുമായ ഗ്രൂപ്പ് വ്യായാമങ്ങളിൽ കലാശിക്കുന്നു. സാധാരണയായി നൃത്ത സ്കൂളുകളിലോ ഫിറ്റ്നസ് സ്റ്റുഡിയോകളിലോ ഒരു ഗ്രൂപ്പായിട്ടാണ് ഈ സൂംബ നൃത്തം ചെയ്തു വരുന്നത്. അവിടെ പ്രത്യേക ഗാനത്തിനായി നൃത്തരൂപങ്ങൾ പരിശീലിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നർത്തകരെ ഒരു മുറിയിൽ വിന്യസിപ്പിച്ച് രൂപീകരണം നടത്തുന്നുണ്ട് അവർ. ഏത് സൂംബ പ്രോഗ്രാമാണ് നൃത്തം ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ച് പങ്കെടുക്കുന്നവർ മുറിയിൽ ചുറ്റി സഞ്ചരിക്കുകയാണ് പതിവ്.
അപ്പോൾ സുംബയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ സ്ഥലത്ത് തന്നെ നടക്കുകയും ഇടുപ്പ് വലത്തോട്ടും ഇടത്തോട്ടും വൃത്താകൃതിയിലാട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൈകൾ ഒന്നില്ലെങ്കിൽ ആട്ടാം, അല്ലെങ്കിൽ വശത്തിലേക്ക് നീട്ടി കൈമുട്ടുകൾ മാറി മാറി നെഞ്ചിലേക്ക് വളയ്ക്കാം. ഈ അടിസ്ഥാന ഘടകം ഇപ്പോൾ വിവിധ ഘട്ടങ്ങളിലെയോ ചലനങ്ങളുമായി ഇത് സംയോജിപ്പിക്കുകയാണ് പതിവ്. അതിനാൽ ഒരാൾ ഒരേ സമയം തെറ്റിപ്പോകാതിരിക്കാനും എല്ലായ്പ്പോഴും സംഗീതത്തിനനുസരിച്ച് താളാത്മകമായി നീങ്ങുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അടിസ്ഥാനമായ ചുവടുകൾക്ക് പുറമെ സൂംബയിൽ പ്രധാനമായും എല്ലാ ദിശകളിലേക്കും ലെഗുകൾ നടത്തുന്നുണ്ട്. കൈകൾ വായുവിലേക്ക് നീട്ടി ശരീരഭാരം ഒരു വശത്തേക്ക് മാറ്റുന്നു. സൂംബയുടെ ചലനം ഒരിക്കലും നിർത്തരുത് എന്നതിനാൽ ഇതെല്ലാം ഇപ്പോഴും സ്ഥലത്ത് തന്നെ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് തുടക്കത്തിൽ വീഡിയോകളിലെ പോലെ സൂംബ അത്ര അയഞ്ഞതും നേരിയതും ആയെന്നും തോന്നില്ല. പക്ഷേ ഒരു നൃത്തം എന്നതിലെ പോലെ പരിശീലനം മികച്ചതാകുന്നു. കൂടുതൽ സങ്കീർണമായ ചലനങ്ങളും ചുവടുകളും ചേർത്ത് നൂതന നൃത്തകർക്ക് ഇഷ്ടാനുസരണം സൂംബ വികസിപ്പിക്കാൻ കഴിയും. എന്നിരുന്നാലും ഈ അർത്ഥത്തിൽ ക്ലാസിക് രൂപങ്ങളൊന്നുമില്ല. സൂംബ നൃത്തത്തെക്കുറിച്ച് എടുത്തു പറയേണ്ടത് സൂംബ നൃത്തം ശാരീരിക ക്ഷമതയ്ക്ക് മാത്രമല്ല മനസ്സിനും നല്ലതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റ് നൃത്തങ്ങളെപ്പോലെ സൂംബയും എൻഡോർഫിനുകളെ പുറത്തുവിടുന്നുണ്ട്. ഇത് സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവയെ ചെറുക്കാൻ സഹായിക്കുന്നു. അതിനാൽ സൂംബ യഥാർത്ഥത്തിൽ മുഴുവൻ ശരീരത്തിന് വേണ്ടിയുള്ള ഒരു നൃത്തവ്യായാമമാണ്. സൂംബ ഉപയോഗിച്ച് നിങ്ങൾ എന്താണ് പരിശീലിപ്പിക്കുന്നത് എന്ന ഒരു ചോദ്യം ഉണ്ടാകാം. ശാരീരികമായ സഹിഷ്ണുതയും അടിസ്ഥാനമായ ഫിറ്റ്നസ്സും സൂംബ എല്ലാത്തിനുമുപരി നല്ലൊരു വ്യായാമവും കൂടിയാണ്. ഏത് ഏകോപനത്തെയും ചില പേശി ഗ്രൂപ്പുകളെയും കാര്യക്ഷമമായി അത് പരിശീലിക്കുന്നുണ്ട്. സൂംബ പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ സൂംബ പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റേതൊരു നൃത്തത്തെ പോലെയും ഒരു നൃത്ത ക്ലാസ്സിൽ പങ്കെടുക്കുക എന്നതാണ്. വീട്ടിൽ ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാൾ ഒരു നൃത്തവിദ്യാലയത്തിലെ പ്രായോഗിക പരിശീലന നർത്തകർക്ക് നല്ല പ്രയോജനകരമാണ്. സൂംബ ഉപയോഗിച്ച് ശരിക്കും ശരീരഭാരം കുറയ്ക്കാൻ കഴിയുമോ? അതെ, സൂംബ ഉപയോഗിച്ച് നിങ്ങൾക്ക് ശരിക്കും ശരീരഭാരം കുറയ്ക്കാൻ കഴിയും. ധാരാളം കലോറികൾ കത്തിച്ചു കളയുന്ന നല്ലൊരു സഹിഷ്ണുത വ്യായാമമാണ് ഇത്. ദീർഘകാലാടിസ്ഥാനത്തിൽ ശരീരഭാരം കുറയ്ക്കാൻ കഴിയും എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ സൂംബ, സൽസ, വാട്സ് പോലുള്ള ക്ലാസിക്കൽ നൃത്തശൈലിയല്ല, പക്ഷേ ഇപ്പോഴും ഇതൊരു നൃത്തമാണ്. ഇതൊരു ഫിറ്റ്നസ് വ്യായാമമാണ്. അതിൽ നിന്ന് നൃത്തം ചെയ്യുകയും നിങ്ങളുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കാനും കഴിയുന്നു. സമൂഹത്തെ ബാധിച്ച ഒരു മഹാവിപത്തായ രാസലഹരിയുടെ ഇരയായി നമ്മുടെ യുവതലമുറകളും കുട്ടികളും അകപ്പെടാതിരിക്കാനുള്ള ഒരു വ്യായാമ പദ്ധതിയല്ലാതെ മറ്റെന്താണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായും വിവാദത്തിനാവശ്യമായ ഒരു കാര്യവും സൂംബ നൃത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിലില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തെ വിഭജിക്കാനുള്ള വർത്തമാനങ്ങളായി ഈ വിവാദങ്ങൾ മാറാതിരിക്കാനുള്ള ജാഗ്രത നമുക്കുണ്ടാവേണ്ടതുണ്ട്.